Hello friends, welcome to our channel nathoonztipsstitching. ഇന്ന് ഞങ്ങളൊരു പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ലേഹ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെലിവറിക്കൊക്കെ ശേഷം നമ്മുടെ ബാക്ക് ബോണിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ലേഹ്യമാണ് പൂക്കുല ലേഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതും അതേപോലെ തന്നെ അതിലേക്കുള്ള കൂട്ടുകളും ഒക്കെ നമുക്കിന്ന് നമ്മുടെ വെല്ലുമിച്ചയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബിസി ലൈഫിലൊക്കെ ഇത് പലരും ഉപയോഗിക്കണില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു നല്ലൊരു ലേഹ്യമാണ്. നമ്മുടെ ഹെൽത്തിനൊക്കെ നമ്മുടെ ഒരു ഡെലിവറി എന്ന് പറയുന്നത് നമുക്കറിയാലോ, അത്രയും ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ നമ്മൾ ഇതിന് ശേഷം ഡെലിവറിക്ക് ശേഷം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പൂക്കുല ലേഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ളത് വെല്ലുമിച്ച് നമുക്ക് കാണിച്ചു തരും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ തന്നോളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ഞങ്ങളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂക്കുല ലേഹ്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു 2 തെങ്ങുണ്ടായിരുന്നു. പക്ഷേ അത് അപ്പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഉപദ്രവമായപ്പോൾ തന്നെയല്ല, പിന്നെ കുട്ടികളൊക്കെ പുറത്തിറങ്ങുമ്പോൾ തെങ്ങ് വല്ലാണ്ട് മൂത്ത് പോയ തെങ്ങായിരുന്നു. അപ്പോൾ അത് നിർത്തിയിട്ട് ഇനി കാര്യമില്ലാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ തെങ്ങ് മുറിച്ചപ്പോൾ ഞങ്ങൾക്ക് 2 പൂക്കുല കിട്ടി. അപ്പോൾ ആ പൂക്കുല എന്താണ് വേണ്ടത് ഉപയോഗിക്കുന്നതെന്നാണ് ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ പൂക്കുല കൊണ്ട് ലേഹ്യം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. തെങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗമുള്ള സാധനമാണ്. തടി ആയാലും ഓലയായാലും പട്ടയായാലും നാളികേരം, ചകിരി, അങ്ങനെ എല്ലാം തെങ്ങിൻ്റെ ഉപയോഗമുള്ള സാധനങ്ങളാണ്. പൂക്കുലയാണെങ്കിൽ വലിയൊരു മരുന്നിൻ്റെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ രക്ഷയാണ് പൂക്കുല മരുന്ന് കഴിക്കാത്ത ഒരു പെണ്ണുങ്ങളും പ്രസവിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി പൂക്കുല എങ്ങനെ മരുന്ന് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പൂക്കുല ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. പൂക്കുല ലേഹ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് മരുന്നാണ്. നമ്മുടെ ആയുർവേദ മരുന്ന് ഷോപ്പിൽ നിന്ന് പച്ചമരുന്ന് മേടിക്കുന്ന പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിച്ച മരുന്നാണിത്. ഇതിൽ കുറേ അത് നമ്മളിങ്ങനെ പൂക്കുല ലേഹ്യത്തിൻ്റെ മരുന്നെന്ന് പറഞ്ഞ് മേടിച്ചാൽ മതി. ഇതിൽ കുറേ സൈസ് മരുന്നുകളുണ്ട്. കണ്ട, പെരുംജീരകമുണ്ട്, ജീരകമുണ്ട്, ഏലക്കായുണ്ട്, മഞ്ഞളുണ്ട്, ചതക്കുപ്പിയുണ്ട്, കുരുമുളകുണ്ട്, ചുക്കുണ്ട്, അങ്ങനെ കുറേ മരുന്നുകൾ അടങ്ങിയ ഒരു മരുന്നാണ് ഈ പൂക്കുല ലേഹ്യത്തിൻ്റെ മരുന്ന്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ പൂക്കുല ലേഹ്യത്തിൻ്റെ മരുന്നെന്ന് പറഞ്ഞ് മേടിച്ചാൽ മതി. അത് നാഴി മരുന്നെന്ന് പറഞ്ഞു, നാഴി മരുന്നാണിത്. കുറേ മരുന്നായി നമുക്ക് ഈ പൂക്കുല ലേഹ്യം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നാഴി മരുന്നാണ്. നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇത് 3 തേങ്ങ, 4 തേങ്ങ വലിയ തേങ്ങ ആയതുകൊണ്ട് 3 എടുത്ത് വെക്കണം. ഈ 3 തേങ്ങ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അത് തെങ്ങ് ശർക്കര എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിക്കാം, അല്ലെങ്കിൽ സാധാ ശർക്കര ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് മെയിൻ സാധനമാണ് നമ്മുടെ പൂക്കുല. പിന്നെ ഈ പൂക്കുല നമുക്ക് ഇനി എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇത് ആവശ്യമുള്ള സാധനങ്ങൾ: ശർക്കര, പൂക്കുലയുടെ മരുന്ന്, തേങ്ങ. ഇത് നമ്മുടെ പൂക്കുലയുടെ മരുന്ന് നമുക്ക് നന്നായി വെയിലത്തിട്ടിട്ട് നല്ല ചൂടുള്ള വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കണം. ഇത് ചട്ടിയിലിട്ടൊന്നും ഉണക്കിയെടുക്കാൻ പാടില്ല. ഇത് നന്നായി വെയിലത്തിട്ടതിന് ശേഷം, നന്നായി ചൂടായതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. നന്നായി നൈസായി പൊടിക്കണം, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ തരി പെടും. ഇത് അതിലത്തെ ഈ ചുക്കും ഈ മഞ്ഞളൊക്കെ നമുക്കൊന്ന് കുഞ്ഞ് ഒരലിൽ നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ ചതയ്ക്കണ ഒരലിട്ട് ചതച്ചിട്ട് ഇത് കൂടി ഇടാം. അപ്പോൾ ഇത് നമുക്ക് നന്നായി മിക്സി ജാറിൽ നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മരുന്ന് ഇത് ഇവിടെ നന്നായി പൊടിച്ച് കിട്ടി, നല്ല നൈസായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പൊടിക്കണ മരുന്ന്, അല്ലെങ്കിൽ നമുക്ക് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇതിൻ്റെ തരി നമ്മുടെ വായിൽ പെടുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ മരുന്ന് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ തേങ്ങ നന്നായി ചിരകിയെടുക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ശർക്കരേനെ കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് ഇത് ഉരുക്കാൻ വയ്ക്കാം. പൂക്കുല നമ്മളിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കത്തി വെച്ച് ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് നമ്മുടെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ പൂക്കുല നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. നന്നായി വേവിക്കണം, അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടില്ല.
നമ്മുടെ പൂക്കൽ അതേവിടെ കുക്കറിലിട്ട് നന്നായി വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. നന്നായി വെന്തുണ്ട് ഇപ്പോൾ. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മരുന്ന് നമ്മളിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി നല്ല വെണ്ണ പോലെ അരയണം. അത് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഇടാം. ഇത് നമ്മുടെ മരുന്ന് നന്നായി നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ മരുന്ന് നമുക്ക് ഈ നമ്മുടെ പൂക്കൊല അരച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മരുന്ന് പൊടിച്ചതും നമ്മുടെ പൂക്കൊല അരച്ചതും കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നാളികേരം അരച്ച് അതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ 3 തേങ്ങ വലിയ 3 തേങ്ങ ചിരകി വെച്ചതാണ്. ഇതിനെ നമുക്ക് നന്നായി അടിച്ച് ഇതിൻ്റെ പാലെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചതാണിത്. ഒരു 1.5 കിലോ ശർക്കരയാണ് നമ്മൾ ഉരുക്കണം ഇതിലേക്ക്. അപ്പോൾ അത് ഇതിലേക്ക് അരിച്ചൊഴിക്കാം. പൂക്കല അരച്ചതും ശർക്കര നീരും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് നല്ല പാകമായിട്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മരുന്ന് നമ്മൾ അടുപ്പുമ്മ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കൈ വിടാണ്ട് ഇളക്കെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. കുറേ കഴിയുമ്പോൾ നമുക്ക് നന്നായി ഇളക്കണം. അപ്പോൾ നമുക്കിതിപ്പോൾ പതുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, നന്നായി തിളയ്ക്കണ വരെ. ഈ മരുന്ന് ഇപ്പോൾ തിളക്കേണ്ടത്. ഇത് നന്നായി തിളച്ച് ഒരുവിധം പകുതി വറ്റുമ്പോൾ നമുക്ക് നമ്മുടെ തെമ്പാൽ ഒഴിക്കാം. അതുവരെ നന്നായി തിളക്കട്ടെ. കിടന്ന് നല്ല പാടാണ് ഇത് വറ്റി ഉണ്ടാവാനായിട്ട്. ഇത് ഞങ്ങളുടെ പൂക്കൾ ലേഹ്യത്തിലേക്ക് ഒഴിക്കാനുള്ള നെയ്യ് ഞാൻ തന്നെ ഇവിടെ ഒരുക്കുന്നതാണ്. പാൽപ്പാട മാറ്റി എടുത്ത് വെച്ചിട്ട് ഒരിക്കൽ ഞങ്ങൾ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നെയ്യ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിപ്പോൾ ഞങ്ങളുടെ നെയ്യ് ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുടെ പൂക്കൾ ലേഹ്യം ഉണ്ടാക്കാൻ നെയ്യ് വേണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉരുക്കണതാണ്. ലേഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവരക്ഷയ്ക്കാണ് ഏറ്റവും വലിയ ഉത്തമമായ നമ്മളെ പ്രസവിച്ച് കിടന്ന് ലാസ്റ്റ് കഴിക്കണ ഒരു മരുന്നാണ് നമ്മൾ പൂക്കൽ ലേഹ്യം. അപ്പോൾ അതുകൂടാതെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ നടുവേദന, നട്ടെല്ല് വേദന, ഇടുപ്പ് വേദനയ്ക്കൊക്കെ നമ്മൾ സാധാരണ സ്ത്രീകൾ കഴിക്കേണ്ടതാണ് ഈ പൂക്കൽ ലേഹ്യം. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്നവരാണ് മെയിൻ എങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പൂക്കൽ ലേഹ്യം കഴിക്കാം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കണ മരുന്നിന് കയ്പ്പുണ്ടാവില്ല, ചവർപ്പുണ്ടാവില്ല. നമ്മൾ നന്നായി തേങ്ങാപ്പാലും പിന്നെ ശർക്കരയും പിന്നെ നമ്മളതിലേക്ക് വേണ്ട നെയ്യും പിന്നെ ഈന്തപ്പഴമോ അണ്ടിപ്പരിപ്പോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് ലാസ്റ്റ് അവസാനം നമുക്കിതിടാം. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ പൂക്കൽ ലേഹ്യം നല്ലൊരു മധുരമുള്ള നല്ലൊരു സ്വീറ്റ് കഴിക്കണ ഒരു ഇതോടുകൂടി നമുക്ക് കഴിക്കാം. എന്നാലോ നമുക്ക് നല്ല ഗുണവും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കായിരിക്കും നല്ലത്. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ മക്കൾക്കൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഞങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കാറ്. നമ്മൾ ഉണ്ടാക്കിയാണ് കഴിക്കാറ്, വാങ്ങി കഴിക്കാറില്ല. അവർക്ക് ഇതാണ് ഇഷ്ടം. ഇത്തിരി പാടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നത് നന്നായി വറ്റി. നമ്മൾ 1-ാം പാൽ ഇതിൽ ഒഴിച്ചിട്ടില്ല, ലാസ്റ്റ് ഒഴിക്കാം. അത് കഴിഞ്ഞ് അതും വറ്റി വരുമ്പോഴേക്കും നമ്മുടെ കൈമിക്കൊക്കെ പൊട്ടി തെറിക്കും, കൈയൊക്കെ പൊള്ളും. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇത്തിരി പണിയുണ്ട്. പണിയെടുത്താലും ഗുണമുണ്ട്. ഉണ്ടാക്കിയ മരുന്ന് ഒരു 6 മാസം വരെ ഇരുന്നിട്ടും ഒരു കേടും പറ്റിയിട്ടില്ല. അത്രയും ക്ലിയറായിട്ട് കാലങ്ങളിരിക്കും. അതുപോലെ വലിച്ചുണ്ടാക്കണം. എത്ര കാലം വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ തെമ്പാൽ ഇവിടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒരുവിധം ഡ്രൈ ആയപ്പോഴാണ് നമ്മൾ തെമ്പാൽ ഒഴിച്ച് നോക്കണേ. ഇനി നന്നായി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതിൻ്റെ ഓരോ സ്റ്റേജും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. ഫുള്ളായിട്ട് നിന്ന് ഇളക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് ഇതിൻ്റെ ഓരോ ഘട്ടമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ
നമ്മുടെ മരുന്ന് ഒന്നും കൂടിയും ടൈറ്റായിട്ടുണ്ട്. ഇനിയും ആയിട്ടൊന്നുമില്ല. കളറൊക്കെ മാറി നല്ല ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. നന്നായി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂക്ഷിച്ചിളക്കണം. നേരത്തെക്കാളും കളർ മാറി. ഇപ്പോൾ ഇനി നന്നായി കളർ മാറി. നല്ല കറുപ്പ് കളറായി. തീ ഇങ്ങനെ പതുക്കെ നന്നായി കത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. തീ കെടാനും പാടില്ല, എന്നാൽ അധികം നന്നായി കത്തിക്കാനും പാടില്ല. ഒരേ ലെവലിൽ കത്തിക്കൊണ്ടിരിക്കണം. ഇവിടെ ലേഹ്യം ഇവിടെ അത് ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വേണം സമയം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കിയ നെയ്യ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള നെയ്യ് പാൽപ്പാട ഉരുക്കിയ നെയ്യാണിത്. അത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ബ്ലഡ് വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ ഈന്തപ്പഴം. ഏത് ഡോക്ടർമാരും ബ്ലഡ് ഇല്ലെങ്കിൽ പറയാം ഈന്തപ്പഴം കഴിക്കാനാണ് പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. കുരു കളഞ്ഞ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈന്തപ്പഴം നമ്മളിത് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി നമുക്കിത് നമ്മുടെ ഈ ലേഹ്യത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞതാണ് ഇത്. ഇതിലേക്ക് നമുക്ക് ഒരു പിടി നമ്മുടെ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ഒന്ന് ഇളക്കി വീണ്ടും നമ്മുടെ മരുന്ന് റെഡിയാക്കണം. നമ്മുടെ മരുന്നിൻ്റെ പണി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് ഇപ്പോൾ ഇതേ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ പരുവം. ഇത് കണ്ട, ഇപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പെടില്ല. നല്ല മാതിരി ഇങ്ങനെ ഉരുണ്ട് മിഠായി ഉരുളണം പോലെ ഉരുളും. ഈ പരുവാകുമ്പോഴാണ് നമുക്ക് എടുത്ത് വയ്ക്കേണ്ടത്. കണ്ട, നമ്മുടെ കൈമയ്ക്ക് ഒരു മെഴുക്കിൻ്റെ ഇതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ ഉരുട്ടിയ നമ്മളിങ്ങനെ ഉരുട്ടിയ ഉരുളണം. ഇത് കണ്ടോ, ബോൾ പോലെയായി. ഇനി നമുക്കിത് ഇതൊരു നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലാക്കിയിട്ട് നല്ല ഡബ്ബയിൽ അയറൊന്നും കിടക്കാത്ത ഡബ്ബയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് മരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ അടുപ്പുമെന്ന് ഇറക്കി വയ്ക്കാം. ഇനി അധികം നേരം വയ്ക്കണ്ട, കറക്റ്റായി. പൂക്കുലമരുന്ന് ഇവിടെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട്. റെഡി ആയിരിക്കുകയാണ് പൂക്കുലയിലേക്ക്. എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന്. കുട്ടികൾ കാണാണ്ട് വേണം ഈ പൂക്കുലയിലേക്കും കഴിക്കണമെങ്കിൽ. വെച്ചാൽ കുട്ടികൾക്ക് ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇത് ഭയങ്കര വലിയൊരു പലഹാരം പോലെയായിട്ട് അവർ കരുതി വെക്കണം. അപ്പം ഞങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കുട്ടികളെ കാണാണ്ട് വേണം ഈ പൂക്കുലയിലേക്കും കഴിക്കണമെങ്കിൽ. അപ്പോൾ അതേ നിങ്ങൾ പൂക്കുലയിലേക്കും കണ്ടില്ലേ, തണ്ടൽ വേദനയ്ക്ക്. ഇപ്പോൾ ഇത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും തണ്ടൽ വേദനയുള്ളവർക്ക്, നട്ടല് വേദന, തണ്ടൽ വേദന, ഇടുപ്പ് വേദനയ്ക്കുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ പൂക്കുലയിലേക്കും കഴിക്കാം. ടേസ്റ്റായ പൂക്കുലയിലേക്കാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിലും അല്ലാത്തവർക്കും കഴിക്കാനാണ്. പൂക്കുല കെട്ടിയ പാഴാക്കി കളയാണ്ട് നിങ്ങൾ ഇതുപോലെ പൂക്കുലയിലേക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.